ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സി-ടെറ്റ് 2024 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിൽ പാർട്ട് 2 മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സി-ടെറ്റിന് വേണ്ടി പഠിക്കുന്നവർക്ക് ഏറ്റവും കഴിഞ്ഞു പോയ പരീക്ഷ പേപ്പേഴ്സ് എടുത്തിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ മാത്തമാറ്റിക്സിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു പോവാണ് കേട്ടോ. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റിസൾട്ട് വെൻ 7 കിലോഗ്രാം 7 gram ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 9 കിലോഗ്രാം? ഓക്കെ, ഇപ്പോൾ 9 കിലോഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ 7 കിലോഗ്രാം 7 gram ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാലേ എല്ലാതും ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 7 കിലോഗ്രാം 7 gram എന്നത് ഞാനിപ്പോൾ ടോട്ടലി കിലോഗ്രാമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ 7 gram എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം 1000 gram ആണ് 1 കിലോഗ്രാം അല്ലേ. 1000 gram ആണ് 1 കിലോഗ്രാം. അങ്ങനെയെങ്കിൽ 1 gram എന്തായിരിക്കും? 1/1000 കിലോഗ്രാം അല്ലേ. അങ്ങനെയെങ്കിൽ 7 gram എന്തായിരിക്കും? 7/1000 കിലോഗ്രാം. പിടികിട്ടിയായിരുന്നോ? അങ്ങനെയെങ്കിൽ ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? അല്ലേ, ഇവിടെ അടിയിൽ 3 പൂജ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ 3 സ്ഥാനം നീക്കി കുത്തിടണം. അപ്പോൾ 700 കുത്തിട്ടു. ഓക്കെ, പിടികിട്ടിയോ? അപ്പോൾ ഇത്രയും കിലോഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ 7 കിലോഗ്രാം 7 gram എന്തായിട്ട് മാറും? 7 + 0.007, അതായത് എന്താ, 7.007 കിലോഗ്രാം എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്കതെന്ത് ചെയ്താൽ മതി? 9 കിലോഗ്രാമിൽ നിന്ന് ഇത്രയും കുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? എന്താണ് കുറച്ച് കഴിഞ്ഞാൽ 1.993 കിലോഗ്രാം എന്ന ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഇൻ എ ക്ലാസ് 3 150 ചിൽഡ്രൻസ് were asked to name their one favorite fruit and results for 5 favorite fruit were written in the form of the following table. ഓക്കെ, ആപ്പിൾ 28 ഉണ്ട്, ഗാവ 26, മാംഗോസ് 44, ബനാന 14, ഗ്രേപ്സ് ആർ 28. ഓക്കെ, ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഹാവ് ആപ്പിൾ ആൻഡ് ഗാവ എന്നാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഈക്വൽ നമ്പർ ഓഫ് ചിൽഡ്രൻ, ആപ്പിൾ എത്രയാണ് ഇവിടെ? ആപ്പിൾ ഇവിടെ 28 ആണ്. ആൻഡ് ഗാവ എന്ന് പറയുന്നത് ഇവിടെ 26 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ എ റോങ് ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഹു ലൈക്ക് ഗ്രേപ്സിൻ്റെ കേസ് ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഗ്രേപ്സ് 28 ആണ്. ആൻഡ് ദോസ് ഹു ലൈക്ക് ബനാനാസിൻ്റെ കേസ് ഇവിടെ 14 ആണ്. ഇവരുടെ ഡിഫറൻസ്, അപ്പോൾ 28 - 14 ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 14 അല്ലേ. അത് അപ്പോൾ അത് 16 അല്ലല്ലോ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും റോങ് ആണ്. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ലൈക്ക് മാംഗോസിൻ്റെ കേസ് ഇവിടെ 44 ആണ്. ആൻഡ് ബനാനയുടെ കേസ് ഇവിടെ 14 ആണ്. ഈസ് 2 times ദ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഹു ലൈക്ക് ഗാവ എത്രയാണ്? 26. അപ്പോൾ 2 times ഗാവ എത്രയാണ്? ഗാവ 26. 2 × 26 അതെത്രയാണ്? 52. ആൻഡ് ഇവർ തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? ഇവർ തമ്മിൽ കൂട്ടിയാൽ ഇസ് 58. ഇവർ രണ്ടും ഈക്വൽ ആണോ? അല്ല, 58ഉം 52ഉം ഈക്വൽ അല്ല. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ പിന്നെ ഫോർത്ത് ഓപ്ഷൻ 10 ചിൽഡ്രൻ ഡു നോട്ട് ലൈക്ക് എനി ഫ്രൂട്ട്സ്. അപ്പോൾ 10 ചിൽഡ്രൻ, അപ്പോൾ ഇതെല്ലാതും കൂടി നമ്മൾ പ്ലസ് ചെയ്ത് നോക്കി. ഇത് എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 140 ആണ് വരുന്നത്. അവിടെ ടോട്ടലി 150 ചിൽഡ്രൻസ് ഉണ്ട്. അപ്പോൾ എന്താ, 150ൽ നിന്ന് 140 കുറച്ചപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി. സോ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ് ആൻസർ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഉണ്ടാവും. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് അബൌട്ട് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് ഇൻ മാത്തമാറ്റിക്സ് ക്ലാസ് റൂം?
അപ്പോൾ എന്താണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ്? ഞാനിവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ്? FA1 FA2 എന്നൊക്കെ പറഞ്ഞിട്ട് CBSE സ്കൂളിൽ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. ഏറ്റവും ലാസ്റ്റാണ് SA1. അപ്പോൾ FA1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയിൽ എടുക്കുന്നതാണ്. ഈസ് യൂസ്ഡ് ടു മോണിറ്റർ സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് പ്രൊവൈഡ് ഓൺ ഗോയിങ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അല്ലേ, ഒരു ചെറിയൊരു ക്ലാസ് ടെസ്റ്റോ അങ്ങനെയൊക്കെ നടത്തുന്നതൊക്കെ എന്താണ്? ഫോർമാറ്റീവ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ സ്റ്റുഡൻസ് മിസ്കൺസെപ്ഷൻസ്. അതും ഓക്കെ ആണല്ലേ. പിന്നെ ഇറ്റ് പ്രൊവൈഡ് ക്യുമുലേറ്റീവ് ഇവാലുവേഷൻ ദാറ്റ് ഹെൽപ്പ് ടു റാങ്ക് ചിൽഡ്രൻ. നമ്മളവിടെ റാങ്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് ആ ഒരു കുട്ടികളുടെ ലേണിംഗ് എത്രത്തോളം ഉണ്ട് അതൊന്ന് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാനാണ് FA1. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യുമുലേറ്റീവ് ഇവാലുവേഷന് ഇല്ല. ഇറ്റ് നോട്ട് പ്രൊവൈഡ്. അപ്പോൾ ഇതാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ചെയ്താന്ന് ചോദിച്ചിട്ടുള്ള അപ്പോൾ ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ പേഴ്സൺ വിത്ഡ്രോ 4560 from his bank account on 4th of the month and deposited 2567 on 20th of the same month. If at the end of the month balance 3125, then money into the start. അപ്പോൾ മണി അറ്റ് ദ സ്റ്റാർട്ട് ഇപ്പോൾ ഞാനിപ്പോൾ B സ്റ്റാർട്ട് എന്ന് കൊടുക്കുകയാണ്. B സ്റ്റാർട്ട് ഇത് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു മണി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അയാൾ എന്താ ചെയ്താൽ വിഡ്രോ ചെയ്യാന്ന് വെച്ചാൽ എന്താ, അത് കുറച്ചു അല്ലേ, കുറയ്ക്കുക. വിഡ്രോ ചെയ്തു. ആൻഡ് ഡെപ്പോസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അധികം ആഡ് ചെയ്തു, ഇത്ര രൂപ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 3125 വന്നു. അപ്പോൾ നമുക്ക് B സ്റ്റാർട്ടല്ലേ കാണാൻ ചോദിച്ചിട്ടുള്ളത്, സ്റ്റാർട്ടിങ് എമൗണ്ട് എത്രയാണെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടിയിട്ട് ഇപ്പോഴത്തെ സൈഡിൽ ഇടാണെങ്കിൽ +14560 -2567 അല്ലേ. മൈനസ് അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് ആയി, പ്ലസ് അപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആയി. അപ്പം എന്താ വന്നു? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? 7. ഇത് കൂട്ടുമ്പോൾ 7685 -2567. സോ ആൻസർ വിൽ ബി 5118. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത മാത്തമാറ്റിക്സ് ടീച്ചർ ഗേവ് ഹിസ് സ്റ്റുഡൻസ് ദ ഫോളോയിങ് പ്രോബ്ലംസ് ടു സോൾവ്. ഹൗ മെനി ക്ലാസ്സസ് ഓഫ് 28 pupils will be needed for a school of 616 pupils? One of the students solved the problem in the following way. ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്തതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ക്ലാസ്സിൽ 28 പിള്ളേർ. അപ്പോൾ 10 ക്ലാസ്സിൽ 280, 10 ക്ലാസ്സിൽ 280, അപ്പോൾ രണ്ടും കൂടി 560. അപ്പോൾ ഇനി 616 ആവാൻ രണ്ടും കൂടിയും കൂട്ടി 2 ക്ലാസ്. ഇപ്പോൾ 2 × 28 ഇപ്പം 56, 160 പ്ലസ് 56 616. അങ്ങനെ 10 + 10 + 2 = 22 ക്ലാസ്സസ് എന്ന് ആ കുട്ടി ആൻസർ ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡൻസ് ഏത് അൽഗോരിതമാണ് കുട്ടി യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ റോങ് ആണ്. ദ സ്റ്റുഡൻസ് ഹാസ് യൂസ്ഡ് ആൻ ഇൻകറക്റ്റ് അൽഗോരിതം ആണോ? അല്ല, ഈ ഒരു അൽഗോരിതം ഉണ്ട്. ഇത് എന്താണ് അൽഗോരിതം, എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് നോക്കുക. അപ്പോൾ ഇവിടെ ടോട്ടലി 616 കുട്ടികളുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മൾ സാധാ ചെയ്യുന്നത് എന്താ? 616-നെ എത്ര ക്ലാസ്സസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ഇവിടെ ഈ കുട്ടി ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരുമിച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? പാർട്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് പറയുകയാണെങ്കിൽ 616-നെ കുട്ടി ചെയ്തിട്ടുള്ളത് 280 + 280 + 56. ഈ ഒരു സെക്ഷൻ ദേ ഡിവൈഡഡ് ബൈ 28. ഇപ്പോൾ 280/28 280/28 + 56/28. അങ്ങനെയാണ് ഫസ്റ്റ് 10 10 2 22 ഫൈനൽ ആൻസർ കിട്ടിയത്. സോ ഈ ഒരു പ്രോപ്പർട്ടി എന്താണ്? ഈ ഒരു പ്രോപ്പർട്ടി അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് ഡിവിഷൻ. സോ ഇതിൽ ആൻസർ എന്ത് വരും? ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. യൂസ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓഫ് ഡിവിഷൻ അക്രോസ് അഡീഷൻ ടു സോൾവ് ദ പ്രോബ്ലം. അടുത്ത ചോദ്യം നോക്കാം. എ ട്രയാങ്കിൾ ഹാവിങ് ഓൾ സൈഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് ഈസ് കോൾഡ്. ഡിഫറെൻറ്റ് ലെങ്ത് ആണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? സ്കീലൻ ട്രയാങ്കിൾ. അറിയുന്ന കാര്യമാണല്ലോ.
അടുത്ത ചോദ്യം നോക്കാം. ദ സം ഓഫ് പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 31 ആൻഡ് 60. സം ഓഫ് പ്രൈം നമ്പേഴ്സ്. ഇപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ നമുക്ക് പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് ഒരു ഏകദേശം ധാരണ വേണം. ഇപ്പോൾ 31 കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 37, ദെൻ 41, 43, 47, 53, ഇത് കഴിഞ്ഞാൽ വരുന്നത് 59. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടാം. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 28. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം. ദ പ്രോഡക്റ്റ് ഓഫ് predecessor of 201 and the successor of 4781 ഈസ്. നമുക്ക് നോക്കാം. അതായത് സക്സസറും പ്രെഡസറും ഒക്കെയാണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ മുന്നിലുള്ള ഒരു സംഖ്യ ഏതാണ്? 201 മുന്നിലുള്ള സംഖ്യ. 201 മുന്നിലുള്ള സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 200. 200 ആണ് ഇതിന് മുന്നിലുള്ള സംഖ്യ. ആൻഡ് സക്സസർ എത്രയാണ്? 4781 സക്സസർ എത്രയാണ്? 4782 അല്ലെ? ഒന്ന് കൂട്ടിയാലല്ലേ വരാം. അപ്പോൾ ഇവർ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതായിരിക്കും പ്രൊഡക്റ്റ്. 82 ഇൻറ്റു 200 എത്ര വരും? 95640. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ്. ഇനി 39 ക്വസ്റ്റ്യൻ. What is the most appropriate cognitive skill that help a student to recognize and group shapes according to their attribute and properties? അപ്പോൾ ഇവിടെ കുട്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഏത് കൊഗ്നേറ്റീവ് സ്കില്ലാണ് ഇവിടെ കുട്ടീനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ടു റെക്കഗ്നൈസ്, അതായത് നമ്മൾ തിരിച്ചറിയാൻ വേണം. ആൻഡ് ഗ്രൂപ്പ് ഷേപ്സ് അക്കോർഡിംഗ് ടു ദെയർ ആട്രിബ്യൂട്ട്, അവരുടെ പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ട് ആ ഗ്രൂപ്പുകളെ, ആ ഷേപ്പുകളെ ഗ്രൂപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേത് ഓപ്ഷനാണ് വരാ? യെസ്, അത് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്താണ് ഈ കൺസർവേഷൻ എന്ന് വെച്ചാൽ കൺസേർവ് ചെയ്യാം. അതായത് ഒരു ക്വാണ്ടിറ്റി അതിൻ്റെ ചേഞ്ചോ അല്ലെങ്കിൽ അപ്പിയറൻസോ മാറിയാലും ആ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും, അതായത് അവിടെ കൺസേർവ്ഡ് ആയിരിക്കും എന്നറിയുന്നത്. ഓക്കെ, ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഡീകമ്പോസ് ചെയ്യുക, അതായത് ഒരു വലിയൊരു പ്രോസസ്സ് അതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പാർട്സ് ആക്കിയിട്ട്, അതായത് വലിയൊരു ചാപ്റ്റർ അതിനെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആക്കിയിട്ട് പഠിപ്പിക്കുന്ന രീതി, അതൊരു ഡീകമ്പോസിഷൻ. പിന്നെ സീരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സീരിയേഷൻ അതായത് arrange the items in specific order such as by length or size. സൈസ് അല്ലെങ്കിൽ ലെങ്ത് എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അറേഞ്ച് ചെയ്യുന്ന ഐറ്റംസിന്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. സ്റ്റുഡൻറ്റ് ഫീൽ ഡിഫിക്കൽറ്റി ഇൻ സോൾവിങ് ഡിവിഷൻ പ്രോബ്ലംസ് ബിക്കോസ്. എന്താ ഡിവിഷൻ പ്രോബ്ലംസ് ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യാനുള്ള കാരണം എന്താ? ഡിവിഷൻ പ്രോബ്ലംസ് ഹാവ് നോ യൂട്ടിലിറ്റി ഇൻ ഡെയിലി ലൈഫ് ആണോ? അല്ല, ഈ ഓപ്ഷൻ റോങ് ആണ്. പിന്നെ ദർ ആർ നോ ഇൻഫോർമൽ വേസ് ഓഫ് സോൾവിങ് ഡിവിഷൻ പ്രോബ്ലംസ് ആണോ? അല്ല. പിന്നെ വരുന്നത് എന്താ? ഫോർ സോൾവിങ് ഡിവിഷൻ പ്രോബ്ലംസ് സ്റ്റുഡൻസ് നീഡ് ടു നോ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തറവലി. അല്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച കുട്ടിക്ക് മാത്രമല്ലേ ഡിവിഷൻ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഡിവിഷൻ അതിരി ഡിഫിക്കൽട്ടാണ്, ഇതൊക്കെ അറിയണം. പിന്നെ സ്റ്റുഡൻസ് ഡു നോട്ട് ലൈക്ക് ദ സൈൻ ഓഫ് ഡിവിഷൻ, അതുമല്ല. ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ്. മോസ്റ്റ് സെക്കൻഡ് ഗ്രേഡേഴ്സ് ആർ ഏബിൾ ടു ആഡ് 2 ക്വാണ്ടിറ്റീസ് ലൈക്ക് 4 candies ആൻഡ് 3 candies. ഒരു 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് 4 candiesഉം 3 candiesഉം കൊടുത്തിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ആ കുട്ടി എണ്ണീറ്റ് കണ്ടുപിടിച്ചിട്ട് ആൻസർ പറയും. ബട്ട് വെൻ ആസ്ക്ഡ് ടു ഡു 4 + 5 ഓൺ എ വർക്ക് ഷീറ്റ് എ ലാർജ് നമ്പർ ഓഫ് ദ സെയിം സെറ്റ് ഓഫ് ലേണേഴ്സ് ഈസ് അണബിൾ ടു ഡു സോ. അപ്പോൾ കുറേ കുട്ടികൾക്കൊന്നും 4 + 5 കൊടുത്തു കഴിഞ്ഞാൽ പേപ്പറിൽ എഴുതി കൊടുക്കുകയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. എന്താ NCF 2025 ഇതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പം എന്താ കാരണം? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഈ വിഷ്വലൈസ് ചെയ്തിട്ട് എന്താ അവർക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് പഠിപ്പിക്കുക, നോട്ട് റെഡി ഫോർ ദാറ്റ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. ലേണേഴ്സ് ആർ നോട്ട് റെഡി ഫോർ ദ യൂസ് ഓഫ് അബ്സ്ട്രാക്റ്റ് മാത്തമാറ്റിക്കൽ സിംബൽസ്. അത് അവർക്ക് ആ ഒരു ടൈം ആയിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എ തേർഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് വെൻ ആസ്ക്ഡ് ടു റൈറ്റ് 105
In numeral form, she writes it as 1005. This indicates that എന്താണ് ഇപ്പോൾ കുട്ടി അത് തെറ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പ്ലേസ് വാല്യൂവിനെ കുറിച്ച് കറക്റ്റായിട്ടൊരു കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. സോ ആ കുട്ടിക്ക് കൂടുതൽ അതിൽ ഹെൽപ്പ് കൊടുക്കണം. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫ്രാക്ഷൻസ്? ഇറ്റ് റെപ്രസെൻറ്റ് എ പാർട്ട് ഓഫ് കളക്ഷൻ ഓഫ് ദ സെയിം ഒബ്ജെക്ട്. The mathematical notation of the fraction can be represented as ratio. It represents a part of whole which is greater than 1. The mathematical notation of the fraction can be represented as division problem. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷനെ കുറിച്ചിട്ട് റെഡി ഇല്ലാത്ത കാര്യം ഇത് എന്താ, ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്? ടു റെപ്രസെൻറ്റ് എ പാർട്ട് ഓഫ് വോൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഗ്രേറ്റർ ദാൻ. രാധ walks 3 kilometer 725 meter per day, Monday, Wednesday, Friday, whereas she walk 2 kilometer 9 meter per day on Tuesday and Thursday. Total distance covered by her from Monday to Friday കാണാനാണ് ചോദ്യം. ഓക്കെ, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ കൊച്ച് എത്ര ദൂരമാണ് നടന്നിട്ടുള്ളത്? 3 kilometer 725 meter. ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ഒരൊറ്റ യൂണിറ്റിലാക്കി മാറ്റി എഴുതണം. അപ്പോൾ ഞാനിവിടെ മീറ്ററിലേക്ക് മാറ്റാണ്. അപ്പോൾ 3000 + 725 മീറ്റർ എത്ര വരും? 3725 മീറ്റർ. ആൻഡ് ഇതൊക്കെ എന്തിലാണ്? മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. ഓരോ ദിവസവുമാണ് ഇത്ര നടന്നത് കേട്ടോ. അങ്ങനെയെങ്കിൽ 3 ദിവസം കൂടി എത്ര കൊച്ച് നടന്നിട്ടുണ്ടാവും? 3 ദിവസങ്ങളിലും കൂടിയിട്ട് എത്ര നടന്നിട്ടുണ്ടാവും? 3 × 3725. പിടി കിട്ടിയായിരുന്നോ? ഇത് എത്രയാണ്? 371175. ഓക്കെ, അതുപോലെ അടുത്ത ദിവസം ട്യൂസ്ഡേയും തേഴ്സ്ഡേയും എത്രയാണോ വന്നത്? ട്യൂസ്ഡേയും തേഴ്സ്ഡേയും വെച്ച് നടന്നത് 2 kilometer 9 meter, അതായത് 2000 + 9 meter, അതായത് 2009. ഓരോ ദിവസവും ഇത്ര വെച്ച് നടന്നു എന്ന് വെച്ചാൽ ടോട്ടലി ആ കൊച്ച് എത്ര ദൂരം നടന്നു? 2 × 2009 അല്ലേ? അതെത്ര വരും? 4080. ഓക്കെ, ഇനി നമുക്ക് ടോട്ടലി ആൻസറാണ് കാണേണ്ടത്. ടോട്ടലി എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്, മൺഡേ ടു ഫ്രൈഡേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോരെ. അപ്പോൾ 11175 + 4018. നമുക്ക് ആൻസർ എന്ത് വരും? 15193. ഓക്കെ, അതായത് 15 kilometer 193 meter. ഇവിടെ കിട്ടിയായിരുന്നോ? അപ്പോൾ ഇത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജാസ്മിൻ said a rectangle has 2 pair of opposite sides parallel. A square also has 2 pairs of opposite sides parallel, and so does a parallelogram. So both rectangle and square are also parallelogram. അപ്പോൾ ജാസ്മിൻ ചിന്തിച്ചത് കണ്ടോ? ഒരു റെക്റ്റാങ്കിളിന് 2 സൈഡ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്, അതുപോലെ സ്ക്വയറിന് 2 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. അപ്പോൾ ഇത് രണ്ടും പാരലലോഗ്രാമാണ്. ഓക്കെ അല്ലേ? പാരലലോഗ്രാമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചു, ചിന്തിച്ചു ഇത് ഏത് സ്റ്റേജ് ഓഫ് വാൻ ഹെൽസൺ തിയറി ഓഫ് ജോമെട്രിക് തിങ്കിങ് ആണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ വാൻ ഹെൽസ് തിയറി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയണ്ടേ? വാൻ ഹെൽസ് തിയറി ഒരു ഹൈറാർക്കി പോലെ, അതായത് ഫസ്റ്റ് ഒരു കുട്ടിയെ എങ്ങനെ പഠിച്ച് പോകണം, എങ്ങനെ മാസ്റ്റർ ചെയ്യും, അതിന് ഓരോ കൃത്യമായിട്ടുള്ള സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളാണ് ഇത് തിയറിയിൽ പറയുന്നത്. ഫസ്റ്റ് ഒരു കൊച്ച് എന്താ ഒരു ചിത്രം കണ്ടാൽ ആ ഷേപ്സ്, അതിൻ്റെ ഓവറോൾ അപ്പിയറൻസ് നോക്കിയിട്ടാണ് ഷേപ്സ് ഡിറ്റർമിൻ ചെയ്യുക. ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഷേപ്സ് പഠിപ്പിക്കും അല്ലേ? എന്നിട്ടാണ് ബസ്സിന് ടയർ വട്ടമാണ്, പിന്നെ വീട് ഒരു സ്ക്വയറാണ്, അങ്ങനെ ഓരോ ഷേപ്സ് ഇങ്ങനെ ഓവറോൾ അപ്പിയറൻസ് വെച്ചിട്ടാണ് ആ കുട്ടികൾ അത് മനസ്സിലാക്കുന്നത്. അത് പിന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് ചതുരത്തിൻ്റെ 4 വശങ്ങളുണ്ട്, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങും. പക്ഷേ ഈ പ്രോപ്പർട്ടീസ് ഇപ്പോൾ ചതുരത്തിൻ്റെയും സമചതുരത്തിൻ്റെയും സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും
അവർ തമ്മിൽ ബന്ധമുണ്ട്, അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കുട്ടികൾക്ക് അറിയില്ല. അവർക്ക് ജസ്റ്റ് എന്തോ ഒരു ഷേപ്പിൻ്റെ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, അത് അടുത്ത സ്റ്റേജിലാണ്. കുറച്ചും കൂടി കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ സ്ക്വയർ ഒരു റെക്റ്റാങ്കിളാണ്, ഓക്കെ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അറ്റൈൻ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൂഫും കാര്യങ്ങളൊക്കെ, ആക്സിയംസ്, ഡെഫിനീഷൻസ്, തിയറംസ്, ആ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ ഹയർ ലെവൽ, അതായത് പ്രൊഫഷണൽസ് ലെവലൊക്കെ എത്തുമ്പോൾ ദേ ക്യാൻ വർക്ക് ഇൻ ഡിഫറെൻറ്റ് ആക്സിയോമാറ്റിക് സിസ്റ്റംസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ അബ്സ്ട്രാക്റ്റ് നേച്ചർ ഓഫ് ജിയോമെട്രി. ഓക്കെ, അങ്ങനെ കുറച്ച് ഇങ്ങനെ 0 മുതൽ 4 ലെവൽ വരെയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്ന? വിഷ്വലൈസേഷൻ അല്ല, ഡിറക്ഷണൽ അനാലിസിസ് അല്ല, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ഓക്കെ, കുട്ടികൾ കണ്ട നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാവില്ല, റെക്റ്റാങ്കിളും പാരലലോഗ്രാം തമ്മിലൊരു റിലേഷൻ ഉണ്ട്, അതുപോലെ സ്ക്വയറും പാരലലോഗ്രാമും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ദ സം ഓഫ് ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ് 590286 നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ നമുക്ക് വേണം അല്ലേ? ഗ്രേറ്റസ്റ്റ് നമ്പർ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് 9 വരാനാണ് ചാൻസ്. പിന്നെ എന്താണ് വരാൻ ചാൻസ്? 8 ഉണ്ട്, പിന്നെ 6 ഉണ്ട്, 5 ഉണ്ട്, 2 × 0 പിടികിട്ടിയോ? ഇനി സ്മോളസ്റ്റ് 6 നമ്പർ വരാൻ ചാൻസ് 0 ഫസ്റ്റ് വെക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 2, 0, 5, 6, 8, 9. ഓക്കെ, ഇവർ തമ്മിൽ കുറച്ച് സം ചെയ്താൽ മതി അല്ലേ? ഇവർ തമ്മിൽ കൂട്ടിയാൽ നമ്മുടെ ആൻസർ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്ത് വരും? 0, 2, 2, 9. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ആൻസർ 119220 ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം. ദ മിസ്സിംഗ് നമ്പർ ഈസ് ഇൻ ദ പാറ്റേൺ 12, 14, 17, 13, 8, 14, 21 ആർ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ മിസ്സിംഗ് നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ഇവർ തമ്മിലുള്ള റിലേഷൻ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ 12 - 14 -2, ഒരു മിനിറ്റ്, ഒക്കെ 2ൽ നിന്ന് 1 ഓർക്കാം, ശരിയല്ലോ. 14 - 12 is 2, 17 - 14 is 3, 13 - 17 is 4, 8 - 13 is -5, 14 - 8 6, 21 - 14 is 7. ഓക്കെ, എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? 13 - 17 is ഓക്കെ -14. കിട്ടിയില്ലേ? അതായത് ഇവിടെ 2, 3 വന്നു, പിന്നെ 4, 5, 6, 7, പിന്നെ 2 മൈനസായി, പിന്നെ മൈനസ് ഇല്ല. അപ്പം അടുത്തത് എന്തായാലും എന്തായിരിക്കും? -8ഉം -9ഉം ആയിരിക്കില്ലേ? നമ്മളെന്ത് ചെയ്താൽ മതി? 20 എന്ത് ചെയ്താൽ മതി? എങ്ങനെ കാണാം? 21 കൂടെ -8 ഒന്ന് കൂട്ടി വെക്കാം. അപ്പം എന്ത് വരും? 30. ഇനി 13 കൂടെ -9 കൂട്ടാം, അപ്പോൾ 4. അപ്പോൾ നെക്സ്റ്റ് സംഖ്യകൾ 34 എന്ന് കിട്ടി. ദ സ്മോളസ്റ്റ് 4. ഓക്കെ, ദ സ്മോളസ്റ്റ് 4-digit number which is a multiple of 6, 7, 4. ഇതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇങ്ങനെ സ്മോളസ്റ്റ് 4-digit നമ്പർ എങ്ങനെ കാണാം? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ LCM ഒന്ന് കാണാം. ഇതിൻ്റെ LCM ഇതെങ്ങനെ കാണാം? 6, 7, 4ൻ്റെ LCM 2, 3, 7, 2, 4, 2 വട്ടം. അപ്പോൾ 2 × 3 6, 6, 2, 12, 12 × 7 84 നമുക്ക് ഇവിടെ LCM വന്നു. ഈ LCM വെച്ചിട്ട് നമ്മുടെ ആ 4-digit നമ്പറിൻ്റെ സ്മോളസ്റ്റ് 4-digit നമ്പർ ഏതാ? 1000 അല്ലേ? അതിനൊന്ന് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഏകദേശം എത്ര വരുന്നുണ്ട് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1000നെ 84 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കിയപ്പോൾ
84, 160, like 1, ഓക്കെ 11 പോയിന്റ് സംതിങ് ആണ് ഇത് ഏകദേശം വരുന്നത്. അപ്പോൾ ഈ 11 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാണോ അതെടുത്ത് നോക്കാം. 11 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാണ്? 12 അല്ലേ. അപ്പോൾ 84 ഇൻറ്റു 12 ഒന്ന് ചെയ്ത് നോക്കിയേ. 84 ഇൻറ്റു 12 ചെയ്ത് നോക്കുമ്പോൾ 1088. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 674 പിടികിട്ടിയോ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് എ ഡെഫിനിറ്റ് ലെങ്ത് array, a plane, a line segment. ഡെഫിനിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു A to B അത് അല്ലേ, ഒരു വലിയൊരു ലൈനിൻ്റെ ഒരു സെഗ്മെന്റ്. സോ ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ്. ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഇൻക്ലൂഷൻ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇൻ മാത്തമാറ്റിക്കൽ ക്ലാസ്. ഇതാണ് ആൻസർ വരുന്നത്. ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുട്ടികളിൽ ക്രിറ്റിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഡാറ്റ ഹാൻഡ്ലിംഗ്? എ ലൈൻ ഗ്രാഫ് ഈസ് യൂസ്ഡ് ടു ഷോ കമ്പാരിസൺ among the categories of data. A histogram is used to compare the parts of whole. A graphical representation of data is easier to understand when there is a trend or comparison to be shown. ഇതല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നത് ഡാറ്റ ഹാൻഡ്ലിങ്ങിൽ. ഓപ്ഷൻ B ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3. അടുത്ത ചോദ്യം, how many planks of size 235 8 cm can be made from the wooden block 8 70 40? ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്ലാങ്ക്സ് ഉണ്ടാക്കണം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിൻ്റെയും വോളിയം കാണണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ എൻ്റെ വോളിയം കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ എല്ലാതും സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ നോക്കിയാൽ എല്ലാതും മീറ്റർ അല്ല അല്ലേ. ഇപ്പം എന്താ ചെയ്യുക? എല്ലാതും ഞാൻ സെൻറ്റിമീറ്റർ ആക്കുകയാണേ. 235 ഇൻറ്റു 8 ഇതും ഞാൻ മീറ്റർ ആക്കുകയാണ്. അപ്പോൾ 870 ഇൻ 40. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിൻ്റെയും വോളിയം കാണാം. അപ്പം ഞാൻ ആദ്യം ബ്ലോക്കിൻ്റെ വോളിയം കാണാം. ബ്ലോക്ക് വോളിയം എന്ത് വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ അതായത് 800 ഇൻറ്റു 70 ഇൻറ്റു 40 എന്താണ് ആൻസർ വരിക? 2240. ഓക്കെ, 2 3 4. അതുപോലെ നമ്മുടെ പ്ലാങ്കിൻ്റെ വോളിയം കാണാം. അപ്പം എന്ത് വരും? ഇതേപോലെ തന്നെ 200 ഇൻറ്റു 35 ഇൻറ്റു 8. അത് എത്രയാണ് വരാം? നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ 56,000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? എത്ര പ്ലാങ്ക്സ് ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവർ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതിയില്ലേ. ഇപ്പോൾ നമുക്ക് 2 2 4 0 0 0 0 ബൈ 5 6 0 0 0 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസർ വരും എന്ന് നോക്കാം കേട്ടോ. ആൻസർ ഏകദേശം 40 എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ചൈൽഡ് സോൾവ്സ് എ പ്രോബ്ലം 1/2 + 1/3 = 2/5. വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഫറൻസ് ഡ്രോൺ ഫ്രം ദ സൊല്യൂഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ ചൈൽഡ് ഡസ് നോട്ട് നോ ഹൗ ടു റെപ്രസെൻറ്റ് ഫ്രാക്ഷൻ ഓർ നമ്പർ ലൈൻ. ഇവിടെ കുട്ടി ചെയ്തത് കണ്ട 1 + 1 നേരിട്ട് 2 എന്ന് എഴുതി, 2 + 3 നേരിട്ട് 5 എന്ന് എഴുതി. അപ്പോൾ ആ കുട്ടിക്ക് അപ്പോൾ കറക്റ്റായിട്ട് ഫ്രാക്ഷൻ്റെ അഡീഷൻ അറിയില്ല. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഇതിപ്പോൾ ഇവിടെ റെപ്രസെൻറ്റ് ഫ്രാക്ഷൻസ് ഓർ നമ്പർ ലൈൻ ആണോ? അല്ല. He has extended the concept of addition of numbers to addition of fractions. Okay, child does not know how to check the LCM. അപ്പോൾ ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ ഏതായിട്ടാണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം? Child has extended the concept of addition of natural numbers to addition of ഫ്രാക്ഷൻ. അതായത് അതല്ല കറക്റ്റായിട്ട്, അതായത് നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് അതേ കൺസെപ്റ്റ് തന്നെയാണ് ആ കുറിച്ച് ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നതിലും യൂസ് ചെയ്തിട്ടുള്ള. ഓപ്ഷൻ B ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു നാഷണൽ
Education Policy 2020, mathematics and computational thinking is to be given increased importance as it can be substitute for teacher. It is the most difficult aspect of learning in school. It is a foundation to human survival. It is founded to involve technologies like artificial intelligence, machine learning and data science, etc. ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം. According to National Curriculum Framework 2005, mathematics teachers need to shift towards promoting memorization and rigorous algorithm, mathematical reasoning and logic, becoming sole authority for right answers. Choose the correct options. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കണം. ഇതിലിപ്പോൾ പ്രൊമോട്ടിങ് മെമ്മറൈസേഷൻ ആൻഡ് റിഗറസ് അൽഗോരിതം ആണോ? അല്ല. നമ്മൾ മെമ്മറൈസേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത് അല്ലേ. പിന്നെ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ലോജിക് ഇത് കറക്റ്റ് ആണല്ലേ. മീൻസ് സോൾ അതോറിറ്റി ഫോർ റൈറ്റ് ആൻസേഴ്സ് ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റ്. സോ ഓൺലി 1 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഏരിയ ടു 4th graders? ഇതിൽ മോസ്റ്റ് എഫക്റ്റീവ് വേ ഏതായിട്ടാണ് ചൂസ് ചെയ്യുന്നത്? അവർക്ക് ഫോർമുല ബേസ്ഡ് മെത്തേഡാണോ, അപ്രോക്സിമേഷൻ ആൻഡ് എസ്റ്റിമേഷൻ, അബാക്കസ്, ടെസ്ലേഷൻ? ഇത് 4th graders-നാണ്. അപ്പം നമ്മൾക്ക് ഏരിയൻ്റെ കൺസെപ്റ്റ് ഫസ്റ്റ് തന്നെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ ഗ്രിഡുകൾ യൂസ് ചെയ്തിട്ടൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും അല്ലേ. വലിയൊരു ഗ്രിഡ് കൊടുക്കുക, കുഞ്ഞു ഗ്രിഡുകൾ, അപ്പോൾ എത്ര ഗ്രിഡുകൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും ഒക്കെ ആ ടൈൽസൊക്കെ കൊടുത്തിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ സോ ഏതാണ്? ടെസ്ലേഷൻ 3 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ദ വാല്യൂ 4/7, 5/14 -7/8 ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യണം? ആദ്യത്തെ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആക്കണം അല്ലേ. ഇപ്പോൾ 7, 14, 8 ഇതിൻ്റെ LCM എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ LCM കാണാം, LCM ആക്കി കൺവേർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 7, 1, 2, 7 8 പോയില്ല. അപ്പോൾ 8 then 2 1 1 8 2 4 വട്ടം. ഓക്കെ. അപ്പം നമുക്ക് എന്താ കിട്ടി? 2 14 14 14 × 4 എത്രയാണ് വരുന്നത്? 56 അല്ലേ. അപ്പം നമുക്ക് LCM ഇവിടെ 56 എന്ന് വന്നു. അപ്പം എല്ലാവരും നമ്മൾ എന്ത് ചെയ്താൽ മതി? 56ലേക്ക് മാറ്റിയാൽ പോരെ. എന്ത് വരും? 4 × എന്ത് ചെയ്താലാണ് 7 × എന്ത് ചെയ്താലാണ് 56 വരുന്നത് എന്ന് നോക്കാം. 7 × 2 × 4 8 ചെയ്തപ്പോൾ മുകളിൽ 8 ചെയ്യുക. പിന്നെ 5/14 എന്ത് ചെയ്താലാണ് 56 വരിക? 14 7 2 14 14 4 കൊണ്ട് ചെയ്താൽ അല്ലേ. അപ്പോൾ മുകളിൽ 4 കൊണ്ട് ചെയ്യുക. പ്ലസ് അല്ല മൈനസ് കേട്ടോ. 7/8 8 എന്ത് ചെയ്താലാണ് 56 ആകുന്നത്? 8 7 കൊണ്ട് ചെയ്താലാണ് 56 ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. എന്താണ് ആൻസർ വരിക? 32/56 പ്ലസ് 4 20/56 മൈനസ് 49/56. ഇത് 52 - 49/56 അതായത് 3/56. പിടികിട്ടിയല്ലോ. അപ്പോൾ 3/56 ഓപ്ഷനിൽ യെസ് 1. വിച്ച് ഓഫ് ദ ഫോളോവിങ് ലെറ്റേഴ്സ് ഹാസ് 2 lines of symmetry? 2 lines of symmetry ഉള്ളത് ഏതിനാണ്? ഈയിലെ 2 lines 2 lines of symmetry ഉള്ള of the following letters has 2 lines of symmetry? അതായത് 2 ലൈൻസ് വരച്ചാൽ മിറർ ഇമേജസ് വരുന്നത് ഏതാണ്? അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ H നോക്കിയേ. Hൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ 2 ലൈൻസ് വരച്ചാൽ സിമെട്രി കിട്ടത്തില്ലേ? സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഇന്ത്യൻ മാത്തമാറ്റിക്സ്? ഇതിൽ ഏതാണ് ഇന്ത്യൻ മാത്തമാറ്റിക്സ്? ലീലാവതിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സിദ്ധാന്ത, ചരക സംഹിത, ബുദ്ധൻ, സുപുത്ര. ചരക സംഹിത ഇതിലാണ് വരുന്നത്. ഇത് ആയുർവേദവുമായി ബന്ധപ്പെട്ടതാണ്. സോ ഓപ്ഷൻ 4. ദ ഡിഫറൻസ് ഓഫ് ദ പ്ലേസ് വാല്യൂസ് ഓഫ് 5 and 7 in the number 3, 5, 2, 8, 7, 6 is difference of the place values of 5. പ്ലേസ് വാല്യൂ 5 അറിയണം. പ്ലേസ് വാല്യൂ ഓഫ് 5 കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ട്? 1 2 3
4 zeros. ഓക്കെ, 5ൻ്റെ പ്ലേസ് വാല്യൂ ആണ് കേട്ടോ ഇത്. ആൻഡ് 7ൻ്റെ പ്ലേസ് വാല്യൂ നോക്കാം. 7 10th പ്ലേസിലാണ് വരിക. അപ്പോൾ 7 × 10 ഇത് 70. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 70 മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് വരുന്നത്? 1 9 9 4. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാം.